എല്ലാ പ്രേക്ഷകർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം. സമൂഹത്തിൽ ഒരുപാട് വേദനകളും അവഗണനകളും നേരിടുന്ന ഭിന്നശേഷിക്കാരായ സുഹൃത്തുക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരെയെല്ലാം ചേർത്തു വയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് നിരമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. ഈ പദ്ധതിയെപ്പറ്റി കൂടുതലായി സംസാരിക്കുന്നതിനും വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിനുമായി ഇന്ന് നമ്മുടെ വിശിഷ്ടാതിഥിയായി എത്തിയിരിക്കുന്നത് ദ ഡയറക്ടർ ഓഫ് കോമ്പോസിറ്റ് റീജിയണൽ സെൻറ്റർ ശ്രീമതി സുമിത മോൾ എസ് അവർകളെ ഈ പരിപാടിയിലേക്ക് സസ്നേഹം സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. നിരമയ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി എന്നാൽ എന്ത്? അത് ആരംഭിച്ചത് എപ്പോഴാണ്? നിരമയ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി ആരംഭിച്ചത് 2015 ആ പദ്ധതി ആരംഭിച്ചെങ്കിലും അതിൻ്റെ റിന്യൂവൽ നടന്നത് 2022 ഈ പദ്ധതി മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണിത്. മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എംപവർമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു പദ്ധതിയാണ്. ഈ പദ്ധതി പ്രകാരം ഇതിൽ ഭിന്നശേഷിക്കാരെ എങ്ങനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു? ഇതിനകത്ത് അത് നാഷണൽ ട്രസ്റ്റ് ആക്ട് എന്ന് പറയുന്നത് ഗാർഡിയൻഷിപ്പിൻ്റെ ഒരു ആക്റ്റാണ്. ആ ആക്ട് പ്രകാരം 4 ഡിസബിലിറ്റീസിനെയാണ് പ്രധാനമായിട്ട് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്ന് സെർബ്രൽ പാൽസി, ഓട്ടിസം, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ആൻഡ് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി. ഈ 4 കാറ്റഗറിക്കാണ് ഈ പ്രധാനമായും ഈ സ്കീം ഊന്നൽ നൽകുന്നത്. ഈ സ്കീം പ്രകാരം പ്രതിവർഷം എത്ര രൂപ വീതമാണ് ഒരു ഭിന്നശേഷിക്കാരന് ലഭിക്കുന്നത്? 1 ലക്ഷം രൂപയുടെ സ്കീമാണിത്. അതായത് ഒരു വർഷം 1 ലക്ഷം രൂപ വരെ അവർക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഹോസ്പിറ്റലിലായി കഴിഞ്ഞാൽ അവർക്ക് 1 ലക്ഷം രൂപ വരെ ഇതിൽ ക്ലെയിം. അതിന് കുറച്ച് സബ് ഡിവിഷൻസ് ഉണ്ട്. ഇത് എല്ലാ വർഷം കൂടുമ്പോഴും ഇവർക്ക് ലഭ്യമാകുന്ന ഒരു സ്കീമാണോ? അതെ. അതായത് ഇത് മാർച്ചിലാണ് ഇതിൻ്റെ റിന്യൂവൽ വരുന്നത്. എല്ലാ വർഷവും ഒരു വർഷം കഴിയുമ്പോൾ മറ്റ് ഇൻഷുറൻസ് സ്കീമുകൾ പോലെ തന്നെ ഓരോ വർഷം കൂടുമ്പോഴും ഇത് നമ്മൾ പുതുക്കേണ്ടതാണ്. ഇത് കേന്ദ്രഭരണ പ്രദേശവും അതുപോലെ സംസ്ഥാന ഭരണ പ്രദേശവും തമ്മിൽ ചേർന്ന് നടത്തുന്ന ഒരു പദ്ധതിയാണോ? കേന്ദ്രത്തിൻ്റെ പദ്ധതിയാണിത്. അപ്പോൾ അത് എല്ലാവർക്കും തന്നെ ഇത് ആപ്ലിക്കബിൾ ആണ്. ഈ പദ്ധതിയെ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും? കോമ്പോസൈറ്റ് റീജിയണൽ സെൻറ്റർ, അതായത് ഞങ്ങളുടെ CRC ആണ് ആൻഡമാൻ നിക്കോബാർ അഡ്മിനിസ്ട്രേഷനിലെ ഏക ഒരു സെൻറ്റർ എന്ന് പറയുന്നത് CRC ആണ് ഈ സ്കീം ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. അവർക്ക് ഞങ്ങളുടെ സെൻറ്ററുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ സ്കീമിന് വേണ്ട ഗൈഡ് ലൈൻസും അതുപോലെ തന്നെ ഹെൽപ്പ് ഡെസ്ക് ആയിട്ട് ഞങ്ങൾ കുട്ടികളെ എൻറോൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓൾറെഡി ഞങ്ങളിപ്പോൾ 16 കുട്ടികൾക്ക് നിരമയുടെ കാർഡ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. 50ഓളം കുട്ടികൾ ഞങ്ങളുടെ സെൻറ്ററിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അത് അണ്ടർ പ്രോസസ്സിങ്ങിലാണ്. മാം പറഞ്ഞല്ലോ ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ അത് OP വിഭാഗം, കിടത്തി ചികിത്സാ രീതി, അങ്ങനെ ഒരുപാട് കാറ്റഗറൈസ് ഇതുണ്ട്. അപ്പോൾ നമുക്ക് OP വിഭാഗത്തിലാണെങ്കിൽ അവർക്ക് എത്ര എമൗണ്ട് ഒരു വർഷത്തിൽ കിട്ടും? ഓവറോൾ ഹോസ്പിറ്റലൈസേഷൻ 55,000 രൂപയും, ഇപ്പോൾ ഡെൻ്റൽ ഫെസിലിറ്റി ആണെങ്കിൽ അതിന് 5,000 രൂപ വരെയും, മെഡിക്കൽ ഫെസിലിറ്റിക്ക് 4,000 രൂപയും, ട്രാൻസ്പോർട്ടേഷന് 2,000 രൂപയും, അങ്ങനെയാണ് അതിൻ്റെ കാറ്റഗറൈസേഷൻ പോകുന്നത്. ഓക്കെ. ഇതിൽ APL BPL എന്ന ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടോ? APL BPL, അതായത് APL ആയാലും APL ഇതിൻ്റെ രജിസ്ട്രേഷൻ, അതായത് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് അച്ഛനും അമ്മയും സെൻട്രൽ ഗവൺമെൻറ് ജോലിക്കാരാണ് അല്ലെങ്കിൽ ഗവൺമെൻറ് സർവീസിലാണെങ്കിൽ ഒരു 500 രൂപ കൊടുത്ത് നമ്മളുടെ രജിസ്ട്രേഷൻ ഫീ, അതായത് ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന 500 രൂപ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. APL ഒന്നോ BPL ഒന്നോ വ്യത്യാസമില്ല. ഒരു കൺസെഷൻ കിട്ടുന്നത് BPLകാർക്ക് 250 രൂപ മാത്രം മതി ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നതിന്. ഓക്കെ. മാം പറഞ്ഞല്ലോ ഇത് പുതുക്കുന്നത് മാർച്ച് 31 ആണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇവർക്ക് ഈ കാർഡ് പുതുക്കുന്നതിന് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷനോ അങ്ങനെ ലഭ്യമാകുമോ? നമ്മൾ അതിന് വേണ്ടിയുള്ള അവയർനെസ്, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കുട്ടി ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കാർഡിൽ ഓട്ടോമാറ്റിക്കലി പറഞ്ഞിട്ടുണ്ട് മാർച്ച് 31 ഇത് പുതുക്കണമെന്നുള്ളത്. അപ്പം നമ്മളുടെ സ്ഥാപനത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും നമ്മൾ ഇൻറ്റിമേഷൻ കൊടുക്കും. ഇന്ന സമയത്തിനുള്ളിൽ 1 മാസം മുമ്പേ നമ്മൾ എല്ലാവരെയും തന്നെ അറിയിക്കും. നമുക്ക് ഓൾറെഡി വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പേഴ്സണലായിട്ടും അവരെ വിളിച്ചത് പുതുക്കേണ്ടതാണെന്ന് നമ്മൾ മുൻകൂട്ടി അവരെ അറിയിക്കും. ഓക്കെ. ഇവർക്കിപ്പോൾ ഈ കുട്ടികളെ നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഹോസ്പിറ്റൽ എത്തിക്കുക എന്ന ഒരു കാര്യം. അപ്പോൾ ഇവർക്ക് യാത്രാ സൗകര്യം ഒരുക്കി കൊടുക്കുന്നുണ്ടോ, അതോ യാത്രാ ചെലവ് ക്ലെയിം ചെയ്യാൻ സാധിക്കും? യാത്രാ സൗകര്യം ഒതുക്കി കൊടുക്കാൻ ഇപ്പോൾ ഞങ്ങളുടെ സെൻറ്ററിന് പ്രത്യേകിച്ച് വാഹനം ഒന്നും തന്നെ ഇല്ല. വാഹനം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ അവരെ എത്തിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് കൊടുക്കാവുന്ന ഒരു ഫെസിലിറ്റിയാണ്. പക്ഷേ ഈ സ്കീമിൽ ഉൾപ്പെടുന്ന 2,000 രൂപ വരെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അവർക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് ഇവിടെ നമ്മൾ ഈ CRC അണ്ടറിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവും എല്ലാവരുടെ അടുത്തും ഈ അവയർനെസ് എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്റർ ഐലൻഡിലുള്ള ഇതുപോലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യാൻ സാധിക്കുക?
ഇപ്പോൾ ഇൻ്റർ ഐലൻഡ്സിലുകളിൽ നമ്മൾ ഓരോ, അതായത് CRCയുടെ ദൗത്യം എന്ന് പറയുന്ന അവരെ മുഖ്യധാരയിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് CRCയുടെ തന്നെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്കീമിൻ്റെ അവയർനെസ് പ്രോഗ്രാമുകൾ ഞങ്ങൾ എല്ലാ ഐലൻഡ്സുകളിലും ഓരോ അവയർനെസ് ജനറേഷൻ പ്രോഗ്രാമുകൾ തന്നെ ഞങ്ങൾ നടത്തുന്നുണ്ട്. CRC ഓർഗനൈസ് ചെയ്യുന്ന എല്ലാ പ്രോഗ്രാമിലും നിരമയ സ്കീം എന്ന് പറയുന്ന ഒരു പാർട്ടാണ് CRC ഓർഗനൈസ് ചെയ്യുന്ന എല്ലാ പ്രോഗ്രാമുകൾക്കും. അതുകൂടാതെ ഞങ്ങൾ പേപ്പറുകളിലും പബ്ലിസിറ്റി ആയിട്ടുമൊക്കെ CRC നടത്തുന്നുണ്ട്. ഈ പബ്ലിസിറ്റി ഇപ്പോൾ CRC സെൻറ്റേഴ്സ് കൊടുക്കുന്നുണ്ട്, അതിനോടനുബന്ധിച്ച് ഒരുപാട് ആളുകൾ സമീപിക്കാറുണ്ടോ? തീർച്ചയായും ഉണ്ട്. പിന്നെ ഇപ്പോൾ ഇന്റർ ഐലൻഡിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ബൈ ത്രൂ അവർ ഷിപ്പ് വേ അല്ല വരിക, അപ്പോൾ അവർക്ക് അതിൻ്റെതായ രീതിയിലുള്ള ചിലവുകളും ഉണ്ടാകും. തീർച്ചയായും അത് നമ്മൾ ഇവിടുന്ന് ക്ലെയിം ചെയ്ത് കൊടുക്കാൻ സാധിക്കുമോ? ഇല്ല, നമ്മളുടെ ഈ ഇൻഷുറൻസിൽ രജിസ്റ്റർ ചെയ്തേക്കുന്ന പ്രകാരം അവർക്ക് 2000 രൂപ മാത്രമേ ഗവൺമെൻറ് അനുവദിക്കുന്നുള്ളൂ. ട്രാൻസ്പോർട്ടേഷൻ ചാർജിന് അവർക്ക് 4000 രൂപ ആയാൽ പോലും നമുക്ക് 2000 രൂപയെ മാത്രമേ ഇതിൽ ക്ലെയിം ചെയ്യാനായിട്ടുള്ള ഒരു പറയുന്നുള്ളൂ. പിന്നെ ഇത്തരം കുട്ടികൾക്ക് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. അതിൽ ഈ തെറാപ്പികൾ എല്ലാം ഉൾപ്പെടുന്നു. ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി തുടങ്ങിയവയ്ക്കെല്ലാം വേണ്ടിയിട്ട് ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റോ ആരെങ്കിലും നിങ്ങളുടെ സെൻറ്ററിൽ? ഞങ്ങളുടെ സെൻറ്റർ എന്ന് പറയുന്നത് മൾട്ടി റീഹാബിലിറ്റേഷൻ ആണ്. പക്ഷേ എന്നാൽ പോലും ചില പോസ്റ്റുകൾ വേക്കൻ്റ് ആണ്. അതായത് ഒക്യുപ്പേഷണൽ തെറാപ്പി, സ്പീച്ച് തെറാപ്പി. ഞങ്ങളിപ്പോൾ പുതുതായിട്ട് വീണ്ടും നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും തന്നെ വർക്കിംഗ് ആണ്. അപ്പോൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ കൊടുക്കാൻ പറ്റാത്ത സർവീസുകൾ അവർക്ക് പ്രൈവറ്റ് ഓർഗനൈസേഷനെ അപ്രോച്ച് ചെയ്യാം. അപ്പോൾ ഒക്യുപ്പേഷണൽ തെറാപ്പി ആയിക്കോട്ടെ, സ്പീച്ച് തെറാപ്പി ആയിക്കോട്ടെ, അവർ പുറത്തുപോയി അത് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ മന്ത്ലി ഇത്ര രൂപ അവർ പ്രൈവറ്റ് ഓർഗനൈസേഷന് കൊടുക്കുന്നു. അത് അവർക്ക് ഈ സ്കീം പ്രകാരം അവർക്ക് ക്ലെയിം ചെയ്തെടുക്കാവുന്നതാണ്. അതിൻ്റെ GST ബില്ല് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആ പേയ്മെൻറ്റ് അവർക്ക് ഈ സ്കീം പ്രകാരം അവർക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മാം പറഞ്ഞു ക്ലെയിം ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ ഈ തെറാപ്പിസ്റ്റ് എല്ലാം രജിസ്റ്റേർഡ് വ്യക്തികളായിരിക്കണം? തീർച്ചയായും. അതായത് നമ്മളുടെ മാനസിക ശാരീരിക വെല്ലുവിളികൾ, അതായത് 21ഓളം ഡിസബിലിറ്റി ഉണ്ട്. ഇതിൽ പ്രൊഫഷണൽസ് ആയിട്ടുള്ളവരെ മാത്രമാണ് ഗവൺമെൻറ്, അതായത് നമ്മൾ ഓരോ ഏരിയയിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളവരെ മാത്രമാണ് അവർക്ക് കൃത്യമായിട്ടുള്ള RCയുടെ നമ്പറുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ മെഡിക്കൽ ബോർഡിൻ്റെ നമ്പറുള്ളവർ മാത്രം ആണ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാത്തവർക്ക് ഒരിക്കലും ഒരു ഓർഗനൈസേഷനിൽ പ്രാക്ടീസ് ചെയ്യാൻ. ഈ സ്കീമിന് വേണ്ടി ഒരു ഏജ് ലിമിറ്റേഷൻ ഉണ്ടോ? ഏജ് ലിമിറ്റേഷൻസ് ഇല്ല. പ്രായമായവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. തീർച്ചയായും. ഓക്കെ, ഇപ്പോൾ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൽ ഇപ്പോൾ നിങ്ങളെ അണ്ടറിൽ എത്ര പേര് ഇത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടാവും മൊത്തം? ഈ സ്കീം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 6 മാസം ആയിട്ടുള്ള ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അവയർനെസ് കൊടുക്കാൻ തുടങ്ങിയിട്ടും, അതുപോലെ ആൾക്കാർ ഇതിലോട്ട് മുന്നോട്ട് ഇറങ്ങാൻ, ഇപ്പം മറ്റ് സ്കീമുകൾ പോലെ ഒത്തിരിയേറെ ഇൻഷുറൻസ് സ്കീമുകൾ ഉള്ളതുകൊണ്ട് ശരിക്കും ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അത്രയും അവയർനെസ് ഇല്ല. പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള നമ്മളുടെ കുട്ടികൾക്ക് വേണ്ടി, അതായത് CWSന് വേണ്ടി ഇങ്ങനെ ഒരു സ്കീം ഉണ്ടെന്നും ഇതിലൂടെ അവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു അവയർനെസ്സിൻ്റെ കുറവ് കൊണ്ട് മാത്രമാണ് കുട്ടികൾ നമ്മളെ, അല്ലെങ്കിൽ ആൾക്കാർ നമ്മളെ സമീപിക്കാത്തത്. അപ്പോൾ തീർച്ചയായും ഇങ്ങനെയുള്ള പ്രോഗ്രാംസുകളിലൂടെയും അതുപോലെ തന്നെ നമ്മൾ മീഡിയയിലൂടെയും യൂട്യൂബ് അങ്ങനെ എല്ലാ മീഡിയയിലൂടെയും കൂടി നമ്മൾ തീർച്ചയായും നല്ലൊരു അവയർനെസ് കൊടുത്താൽ ആൻഡമാൻ അഡ്മിനിസ്ട്രേഷനിൽ അല്ലെങ്കിൽ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ ഈ സ്കീം വളരെ ഒരു വലിയ വിജയമായിരിക്കും. തീർച്ചയായും. പിന്നെ ഈ സ്കീമിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി ഡിസബിലിറ്റി ഈ കാറ്റഗറിയിൽ എത്ര ശതമാനം ഉള്ള ആളുകളെയാണ് ചോയ്സ്? 40%. അതിൽ കുറവുള്ളവർക്ക് കിട്ടത്തില്ല? 40% മിനിമം ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് ഇതിൽ ഭാഗമാകാം. ഈ സ്കീമിൽ പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വല്ല അസുഖമുള്ളവരോ അതോ വല്ല റെക്കോർഡ്സോ നമ്മളിപ്പോൾ ആഡ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു റെക്കോർഡ് ഇവരെ കയ്യിൽ വേണം. അപ്പോൾ ഇതെല്ലാം ഈ സ്കീമിന് ബാധകം? അതായത് ഇപ്പം നമ്മൾ പറയുന്നു, ഇപ്പം നമ്മൾ ഇതിനകത്ത് പറയുന്ന കാറ്റഗറി എന്ന് പറഞ്ഞാൽ സെർബ്രൽ പാൽസി ഉള്ള കുട്ടികൾ, അവർക്ക് ഫിസിയോതെറാപ്പി ആവശ്യമാണ്. അതുപോലെ തന്നെ മറ്റ് അസോസിയേറ്റഡ് തെറാപ്പികളും ആവശ്യമാണ്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഡിസബിലിറ്റി എന്ന് ഒന്നിലധികം കൂടുതൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ഡിസബിലിറ്റി എന്ന് പറയുന്നത്. ഒന്നിലധികം പോരായ്മകൾ ഒരുമിച്ച് വരുന്നു. അത് സ്പീച്ച് പ്രോബ്ലം ഉണ്ടാവും, പ്ലസ് ഫിസിക്കൽ പ്രോബ്ലംസും ഉണ്ടാവും. ഫിസിക്കൽ പ്രോബ്ലംസ് പ്ലസ് വിഷ്വൽ പ്രോബ്ലംസ്, അങ്ങനെ ഒന്നിലധികം ഡിസബിലിറ്റി ഒരുമിച്ച് വരുമ്പോഴാണ് നമ്മളതിനെ മൾട്ടിപ്പിൾ അപ്പോൾ അവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. ഇപ്പോൾ അതിൻ്റേതായ മെഡിക്കൽ പ്രോബ്ലംസ്, അതായത് ഫിറ്റ്സ് വരുന്ന കുട്ടികളുണ്ടാകാം. അതുപോലെ തന്നെ അവർക്ക് അതിനനുസരിച്ചുള്ള മെഡിസിൻസ് എടുക്കുന്ന കുട്ടികളുണ്ടാകും. ചില കുട്ടികൾക്ക് സർജറി വേണ്ട കേസസ് ഉണ്ടാകാം. അപ്പോൾ അതിനോടനുബന്ധിച്ച് അതാണ് സർജിക്കൽ പാർട്ടിന് നമ്മൾ ഇത്ര രൂപ കൊടുക്കുന്നുണ്ട്. 40,000 രൂപ വരെ OPD ക്ലിനിക് ആൻഡ് സർജിക്കൽ അങ്ങനെയുള്ളതിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അവർക്ക് വിനിയോഗിക്കാവുന്നതാണ്. ആ അവസരങ്ങൾ അവർക്ക് അതനുസരിച്ച് വിനിയോഗിക്കണം. അവർക്ക് അസോസിയേറ്റ് ചെയ്ത് പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ ഇവിടെ ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് മെയിലൻ പോയേ പറ്റൂ. അപ്പോൾ അവർക്കൊരു ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് ഒരുപാടായിട്ട് വരും. അപ്പോൾ അത് ബൈ ത്രൂ നമ്മൾ ഷിപ്പിൽ പോവുകയാണെങ്കിലും ഫ്ലൈറ്റിൽ പോവുകയാണെങ്കിലും എങ്ങനെ ഇരിക്കും അതിൻ്റെ ഒരു
അവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുമോ, അതോ അത്ര ഒരു എമൗണ്ട് വഹിക്കാൻ പറ്റാത്ത ഫാമിലീസ് ഉണ്ടാവും, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഷിപ്പിലാണെങ്കിൽ ഷിപ്പിംഗ് സർവീസ് സീറോ പ്രീമിയത്തിലാണ്. അതായത് ഒരു വർഷത്തിൽ അവർക്ക് ഷിപ്പിൽ പോകുന്നതിന് യാതൊരുവിധ ഫീസും കൊടുക്കേണ്ടതില്ല, വർഷത്തിലൊരിക്കൽ പോകുന്നതിന്. അത് എമൗണ്ട് എത്രയായാലും പ്രശ്നമില്ല, കൊടുക്കുക. അത് ഫ്രീ സർവീസ് ആണ്, ഓൾറെഡി അതിന്റെ ഓർഡർ ഉണ്ട്. അത് ഈ സ്കീമിൽ ഇൻക്ലൂഡഡ് ആണോ? ഈ സ്കീം അല്ല, അത് ഗവൺമെന്റിന്റെ ഒരു സ്കീമാണ്, ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഈ സ്കീം പ്രകാരം അവർക്ക് 2000 രൂപ മാത്രമേ ട്രാൻസ്പോർട്ടേഷൻ ഈ സ്കീം പ്രകാരം കൊടുക്കത്തുള്ളൂ. പക്ഷെ അവരുടെ UDID ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് വെച്ച് ഗവൺമെന്റ് അനുവദിച്ചേക്കുന്നത് അവർക്ക് സീറോ ക്ലെയിമിൽ ഷിപ്പിൽ പോകുന്നതിന് അവർക്ക് യാതൊരുവിധ 1 രൂപ പോലും കൊടുക്കേണ്ടതില്ല. പക്ഷെ ഫ്ലൈറ്റിൽ ഇപ്പോൾ പുതിയ എയർ ഇന്ത്യയുടെ ഒരു ഇത് പ്രകാരം 80% ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് അത് ആപ്ലിക്കബിൾ ആണ്. ഇത്ര ശതമാനം അവർക്ക് റിസർവേഷൻ കിട്ടുമെന്നാണ് പുതിയ നിയമപ്രകാരം വന്നിരിക്കുന്നത്. 100% ഡിസബിലിറ്റി ഉള്ള ബ്ലൈൻഡ് അങ്ങനെയുള്ള കുട്ടികൾക്കും ഫ്രീ ആണ്. അതുപോലെ ഇപ്പോൾ ഈ കുട്ടികളെ തനിയല്ല നമ്മളിവിടെ, കുട്ടികളല്ല ഭിന്നശേഷിക്കാരായ ഒരു വ്യക്തിയാണെങ്കിൽ അവർ തനിയല്ല പോവുക, അപ്പോൾ അവരെ കൂടെ സപ്പോർട്ടീവായിട്ട് ആരെങ്കിലും വേണം അറ്റൻഡർ. അപ്പോൾ അവരുടെ ചിലവ് ഗവൺമെന്റ് എടുക്കുമോ? ഈ സ്കീം പ്രകാരം ഡിപ്പെൻഡന്റിന്റെ ചിലവ് യാതൊരുവിധ ചിലവുകളും ഈ സ്കീം പ്രകാരം ഡിപ്പെൻഡന്റിന് കൊടുക്കുന്നില്ല. കുട്ടിക്ക് എന്തൊക്കെ ചിലവാകുന്നോ, ഹോസ്പിറ്റലിൽ എന്ത് ട്രീറ്റ്മെന്റിന് എത്ര പൈസ ചിലവാകുന്നോ, അല്ലെങ്കിൽ മൊത്തം 1 ലക്ഷം രൂപയുടെ സ്കീം മാത്രമാണ് നമുക്ക്. അതിൽ 1 രൂപ പോലും നമുക്ക് ക്ലെയിം ചെയ്ത് കിട്ടില്ല എന്ന് ആസ് പെർ ദ നോംസ് പ്രകാരം അവർ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡിപ്പെൻഡന്റിന് യാതൊരുവിധ സഹായവും ഈ സ്കീമിൽ പെടുന്നില്ല. കുട്ടിക്ക് മാത്രമാണ്, കുട്ടിക്ക് OPD ക്ലിനിക്ക് അല്ലെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, അതുപോലെ മെഡിസിൻസ് വാങ്ങുന്നതിന്, സർജിക്കൽ, അതുപോലെ തന്നെ ഡെൻ്റൽ, ഇതിനൊക്കെ ഓരോരോ ഡിവിഷൻ വെച്ച് എമൗണ്ട് ഓരോന്നും നമ്മൾ ആ ഗൈഡ് ലൈൻസിൽ പറയുന്നത് പ്രകാരം അവർക്ക് റീഇംബേഴ്സ് ചെയ്ത് കിട്ടുന്നതാണ്. ഇവർക്ക് ഈ ഡെന്റൽ ഫെസിലിറ്റി, അതായത് അതിന് വേണ്ടിയിട്ട് എത്ര എമൗണ്ട്? 4000 രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം കുട്ടികളുടെ കൂടുതലും നമ്മൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് എപ്പോഴും ഡെന്റൽ പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അവർക്ക് 4000 രൂപ വരെ ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ 2000 രൂപ വരെ. ഫ്ലൈറ്റ് നമ്മൾ ആൻഡമാനെ സംബന്ധിച്ച് അതൊരു പോരായ്മയാണ്. കാരണം നമുക്ക് മെയിൻലാൻഡിൽ പോകുന്നെങ്കിൽ അത്രയും അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വരുന്ന മക്കളെ എല്ലാവരും ഇപ്പം നമുക്ക് ഈ ഒരു ഫെസിലിറ്റി അവൈലബിൾ ആവണമെന്നില്ല പുറത്തു പോകാൻ. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്താണ് ചെയ്യാൻ സാധിക്കുക? ഇപ്പം നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന ഇപ്പം ചില കേസസിലുണ്ട്, ചില കുട്ടികളെ നമ്മുടെ അടുത്ത് അവർക്ക് സാമ്പത്തിക സഹായം ഇല്ല എന്ന് പറയുമ്പോൾ ആസ് എ ഹ്യൂമൻ ബീയിങ് നമ്മൾ അങ്ങനെ സഹായിക്കാൻ പറ്റുന്ന ഒത്തിരി കരങ്ങളെ നമ്മൾ അപ്രോച്ച് ചെയ്യാറുണ്ട്. ഇപ്പം നമ്മുടെ സെൻറ്ററിൽ തന്നെ 1-2 കുട്ടികളെ നമ്മളുടെ അടുത്ത് സഹായം ചോദിച്ചപ്പോൾ നമ്മൾ പല സഹായിക്കാൻ പറ്റുന്നവരെ നമ്മൾ അപ്രോച്ച് ചെയ്ത് അവർക്ക് വേണ്ട, ഇപ്പോൾ ആയുഷ് ഭാരതിൻ്റെ സ്കീമിൽ നമ്മളുടെ സ്ഥലത്തുനിന്ന് ഒരു കുട്ടി ഇപ്പോൾ ആയുഷ് ഭാരതിൻ്റെ സ്കീമിൽ സർജറിക്ക് വേണ്ടി, കണ്ണിൻ്റെ സർജറിക്ക് വേണ്ടി ചെന്നൈയിലോട്ട്, അതിൻ്റെ പേപ്പർ വർക്കുകളും എല്ലാം നമ്മൾ DHSൻ്റെ സഹായത്തോടു കൂടിയാണ് ചെയ്തത്. അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഫ്ലൈറ്റ് അലവൻസ്, അവർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞപ്പോൾ നമ്മൾ സഹായിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളും നമ്മൾ ഒരു കുട്ടി ഇപ്പോൾ അടുത്ത് നമ്മുടെ സെൻറ്ററിൽ വന്ന് അവർക്ക് സർജിക്കൽ ഇത് വേണം, അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടെല്ലാം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഈ സ്കീമിലല്ല, നമ്മളൊരു പേഴ്സണൽ എന്നുള്ള രീതിയിൽ നമ്മൾ സഹായിക്കാൻ പറ്റുന്ന ഒത്തിരിയേറെ നല്ല മനസ്സുകളെ നമ്മൾ സമീപിച്ചിട്ടുണ്ട്. അവർ സഹായിക്കാമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അങ്ങനെ സഹായിച്ച് ഒരു കുട്ടി ഇപ്പോൾ പോയിട്ടുണ്ട്. ഈ CRC അത് ആൻഡമാനിൽ ആരംഭിച്ചിട്ട് എത്ര വർഷമായി? 27 ജാനുവരി 2020 27 ജാനുവരി 2020 നമ്മുടെ സെൻറ്റർ ആരംഭിക്കുന്നത്. ഓക്കെ. ഈ സെൻറ്റർ ആക്ച്വലി ഈ സ്കീം വന്നിട്ട് 2015 ആണെന്ന് മാഡം പറഞ്ഞു. പക്ഷെ ഇതിനത്ര പബ്ലിസിറ്റി കാര്യങ്ങളും ലഭിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഇപ്പൊ നമ്മൾ ഇതിനെപ്പറ്റി കേൾക്കുന്നതിന് ഇപ്പൊ അടുത്ത കാലത്താണ്. അപ്പൊ അതിനെ പറ്റിയിട്ട് പറയാൻ എന്താണ്? ഇപ്പൊ ഈ സ്കീം തുടങ്ങിയത് 2015 2022 ഈ സ്കീം വീണ്ടും, അതായത് ഈ സ്കീം ആരും തന്നെ ഇതിനകത്ത് എൻറോൾ ചെയ്യുന്നില്ല എന്നും ഈ സ്കീമിൽ എൻറോൾ ചെയ്യുമ്പോൾ ഇവർക്ക് വേണ്ട രീതിയിലുള്ള ക്ലെയിം ലഭിക്കാത്തത് കൊണ്ടായിരിക്കാം, അതിൻ്റെതായ ന്യൂനതകൾ ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് അതിനുവേണ്ടി ഇങ്ങനെയുള്ള കുട്ടികളുടെ സേവനത്തിന് വേണ്ടിയും അവരെ മുഖ്യധാരയിലോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയും ഗവൺമെൻറ് മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് അതിന് ഊന്നൽ നൽകിക്കൊണ്ടാണ് 2022 ഇത് പുതുക്കുകയും മിനിസ്ട്രിയുടെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ഈ സ്കീമിൽ മാക്സിമം കുട്ടികളെ, ആൻഡമാൻ നിക്കോബാർ എന്നല്ല, ഓൾ ഓവർ ഇന്ത്യ, മീൻസ് എല്ലായിടത്തും ഈ സ്കീം ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ട ഈ 1 ലക്ഷം രൂപയുടെ സ്കീമിൽ എല്ലാവരെയും തന്നെ നിർബന്ധമായി എൻറോൾ ചെയ്യിക്കണമെന്നുള്ളത് മിനിസ്ട്രി അത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. എല്ലാ മാസവും നമുക്ക് അതിൻ്റെ റിപ്പോർട്ടുകൾ ഇവിടെ നിന്ന് മിനിസ്ട്രിയിലോട്ട് പോകുന്നുണ്ട്. കൃത്യമായിട്ട് അവരത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ആൻഡമാൻ വിട്ടിട്ട് ഇപ്പോൾ മെയിലാൻഡ് സെക്ടറിൽ അവിടെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ
മീൻസ് ഒരു വർഷത്തിൽ ഇത്ര പേര് ഇതിൽ വേണം അങ്ങനെ വല്ലതുണ്ടോ? ഇല്ല മെമ്പർഷിപ്പ് ഇല്ല അങ്ങനെയൊന്നുമില്ല. പക്ഷെ നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണല്ലോ. നമ്മൾ ഈ ഞങ്ങളുടെ സ്ഥാപനം എന്ന് പറയുന്നത് ഈ നമ്മുടെ ഇതുപോലെയുള്ള കുട്ടികളെ സഹായിക്കുന്നതിന് അവരെ മുഖ്യധാരയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ളൊരു സ്ഥാപനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതിൽ മാക്സിമം കുട്ടികളെ എൻറോൾ ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ധർമ്മമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിനു വേണ്ടി മാക്സിമം ഈ കുട്ടികൾക്ക് എൻറോൾ ചെയ്യിക്കുന്നതിന് വേണ്ടിയുള്ള പബ്ലിസിറ്റികളും അവയർനെസ് പ്രോഗ്രാമുകളും ഞങ്ങൾ നടത്തി വരുന്നു. ഇപ്പോൾ ആൻഡമാൻ നിക്കോബാറിൽ ഇതൊരു ഈ സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനും പിന്നെ അതിൽ ഒരുപാട് പേരെ ഇപ്പോൾ ഇതിന് മുന്നോടിയായിട്ട് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി നാം എന്തൊക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു? ഈ സ്കീം ഇപ്പോൾ ഞങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ സമഗ്ര ശിക്ഷ ഇവിടെ സ്കൂളുകളിൽ ഇങ്ങനെയുള്ള കുട്ടികളെ കണ്ടെത്താൻ സമഗ്ര ശിക്ഷയോട് ചേർന്ന് ഞങ്ങൾ ഒത്തിരിയേറെ അവയർനെസ് പ്രോഗ്രാമുകൾ നടത്തി. സ്ക്രീനിങ് ക്യാമ്പുകളിൽ ഞങ്ങളൊരു പാർട്ടായി. അതുപോലെ തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലും ഇതുപോലെ തന്നെ ഇങ്ങനെയുള്ള സ്കീമുകൾ ഉണ്ടെന്നുള്ളത് നമ്മൾ മെഡിക്കൽ ബോർഡിൻ്റെ ലെറ്റർ പ്രകാരവും അതുപോലെ തന്നെ അവിടുത്തെ ഹയർ അതോറിറ്റിയും നമ്മൾ അതിന് വേണ്ട ഗൈഡൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും മന്ത്ലി വൺസ് ഡെയിലി ടെലഗ്രാമിലായിക്കോട്ടെ അവയർനെസ് പ്രോഗ്രാമുകളായിക്കോട്ടെ നമുക്ക് സ്വന്തമായിട്ട് CRCക്ക് ട്വിറ്റർ, യൂട്യൂബ്, ഫേസ്ബുക്ക് അങ്ങനെയുള്ള ചാനൽസ് ഉണ്ട്. അതിലൂടെയൊക്കെ നമ്മൾ മാക്സിമം പബ്ലിസിറ്റികൾ കൊടുക്കുന്നുണ്ട്. ഇതിൽ പിന്നെ മാം പറഞ്ഞു എല്ലാവർക്കും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന്. ഗവൺമെൻറ് സർവൻസിനും ഇതെല്ലാം ബാധകമാണോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതായത് ഈ സ്കീമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചില സ്കീമിൽ ഗവൺമെൻറ് സർവീസ് ആയിട്ടുള്ളവർക്ക് അതിനകത്ത് എലിജിബിൾ അല്ല എന്നവർ പറയും. പക്ഷേ ഈ സ്കീമിൽ നിരമയ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിൽ ഗവൺമെൻറ് എംപ്ലോയീസ് ആയതുകൊണ്ട് ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ മക്കളാണ് എന്നുള്ളതുകൊണ്ട് അവർക്ക് ഈ സ്കീമിൽ എലിജിബിലിറ്റി ഇല്ലാതിരിക്കുന്നില്ല. അതായത് ഗവൺമെൻറ് സർവീസിലുള്ള പാരൻസ് ആണെങ്കിലും അവർ ഈ സ്കീമിൽ എലിജിബിൾ ആണ്. പക്ഷെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് 500 രൂപ APL കാറ്റഗറി അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ജീവനക്കാർ 500 രൂപ കൊടുക്കണം. BPLകാരാണെങ്കിൽ 250 രൂപ കൊടുക്കണം എന്നുള്ളൊരു ഡിഫറൻസ് അല്ലാതെ വേറെ യാതൊരുവിധ വ്യത്യാസവും ഇതിനകത്തില്ല. എല്ലാവരും ഒരുപോലെയാണ്. അതുപോലെ ഇതിപ്പോൾ ഇന്റർ ഐലൻഡിലൊന്നും അത്ര ഒരു പബ്ലിസിറ്റി കിട്ടാത്ത ഒരു സ്കീമാണ്. അപ്പോൾ ഇതിനെ സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ത്രൂ ഔട്ട് ഐലൻഡിൽ? അതെ, ഇപ്പോൾ ത്രൂ ഔട്ട് ഐലൻഡിൽ ഇപ്പം നമുക്ക് ഇപ്പോൾ ആൻഡമാൻ നിക്കോബാർ അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ച് നമുക്ക് പല ഐലൻഡുകളിലും പോകുന്നതിന് കുറേ പരിമിതികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്കീമിൽ ഇൻഡിവിജ്വലായിട്ട് ഇവർക്ക് ലോഗിൻ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. CRCയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ എൻറോൾ ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളുടെ റീഹാബിലിറ്റേഷൻ ഓഫീസർ അതിന് വേണ്ടി അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുത്ത് നമ്മളൊരു ഹെൽപ്പ് ഡെസ്ക് ആയിട്ട് ആ പാരൻസിനെ കുട്ടികളെ സഹായിക്കുന്നുണ്ട്. ഇനി ഇന്റർ ഐലൻഡ്സ് നമുക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മളെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ഇൻഡിവിജ്വലായിട്ട് ലോഗിൻ ചെയ്യാനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ അവർക്ക് കൊടുക്കുന്നതാണ്. അവർക്ക് ഇവിടെ സെൻറ്ററിൽ വരാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളെ ഫോൺ ത്രൂ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം എന്നുള്ള കൃത്യമായിട്ടുള്ള മിനിസ്ട്രിയുടെ സൈറ്റിൽ പോയി ഇങ്ങനെ ലോഗിൻ ചെയ്യണം, ഇൻഡിവിജ്വലായിട്ട് ലോഗിൻ ചെയ്ത് നിങ്ങൾക്കിത് പ്രോസസ്സ് ചെയ്യാമെന്നുള്ള വ്യക്തമായിട്ടുള്ള ഗൈഡൻസ് നമ്മൾ CRC കൊടുക്കുന്നതാണ്. അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉണ്ട്, എല്ലാവരുടെയും നെറ്റ്വർക്കും അവൈലബിൾ ആണ്. അപ്പോൾ ഒരു ഓൺലൈൻ കോൺഫറൻസ് അങ്ങനെയൊക്കെ കണ്ടക്ട് ചെയ്തൂടെ? തീർച്ചയായും അതിലൂടെ അവർക്ക് ഒരു അവയർനെസ് കിട്ടാൻ സാധിക്കും. തീർച്ചയായും നമ്മളുടെ ഫ്യൂച്ചർ പ്ലാനുകളിൽ നമ്മൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ചും നമ്മൾ ഇന്റർ ഐലൻഡ്സിലുള്ള സ്കൂളുകൾ കേന്ദ്രീകരിച്ചും നമ്മൾ തീർച്ചയായും അങ്ങനെയുള്ള ഓൺലൈൻ പ്രോഗ്രാംസുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓൺലി ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ മാത്രമാണോ ഈ ആനുകൂല്യങ്ങൾ, അതോ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും? ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ മാത്രമല്ല പ്രൈവറ്റ് ഹോസ്പിറ്റൽസുകളിലും പോയാലും നമ്മൾക്ക്, അതുകൊണ്ടാണ് പറഞ്ഞത് ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ സ്പീച്ച് തെറാപ്പിയോ ഫിസിയോതെറാപ്പിസ്റ്റോ ഉണ്ടാകണമെന്നില്ല എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലും. അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞ് അവർക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാലും ഇത് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇപ്പോൾ മെയിൻലാൻഡിൽ എത്രത്തോളം ഇത് സക്സസ് ആയിരിക്കുന്നു ഈ സ്കീം? മെയിൻലാൻഡ് മീൻസ് കേരള, അതർ സ്റ്റേറ്റ്സിൽ. ഓക്കെ, അതർ സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു 6 മാസമായിട്ടുള്ളൂ എല്ലായിടത്തും ഇതിൻ്റെ ഒരു പബ്ലിസിറ്റിയും ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ലെവലിലോട്ട് കൃത്യമായിട്ട് ഇത് മോണിറ്റർ ചെയ്യാൻ തുടങ്ങിയിട്ട്. കാരണം ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സ്കീം ഉണ്ടെങ്കിൽ പോലും ഈ സ്കീമിൽ എൻറോൾ ചെയ്യണമെങ്കിൽ സെൻറ്ററുകൾക്ക് കൃത്യം ID-യും പാസ്വേഡും കിട്ടിയിരുന്നില്ല. അപ്പോൾ ഇതിനകത്ത് എൻറോൾ ചെയ്യിക്കുന്നതിന് ഒത്തിരിയേറെ സെൻറ്ററുകൾ കുറേ പരിമിതികളുണ്ടായിരുന്നു. അപ്പോൾ ആ പരിമിതികളെല്ലാം നമ്മൾ മിനിസ്ട്രിയിൽ റിപ്പോർട്ട് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ന്യൂനതകൾ പരിഹരിക്കപ്പെടുകയും ചെയ്തതോടുകൂടിയാണ് ഈ സ്കീം വീണ്ടും അതിന് ജീവൻ വെച്ച്. ഇപ്പോൾ മെയിൻലാൻഡ് അതർ സ്റ്റേറ്റ്സിലൊക്കെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സ്കൂൾസ് ഉണ്ട്. അപ്പോൾ അവർ ത്രൂ ഈ സ്കീം പെട്ടെന്ന് നമുക്ക് ഒരു അവയർനെസ് ഒരു ഇംപ്ലിമെൻറ്റ് ചെയ്യാനും അതൊരു സക്സസിനും ആ ഒരു ലിമിറ്റേഷൻ ഇവിടെ ഇല്ലേ?
തീർച്ചയായും. കാരണം ഇവിടെ ആൻഡമാൻ നിക്കോബാർ അഡ്മിനിസ്ട്രേഷനിൽ അല്ലെങ്കിൽ ആൻഡമാൻ നിക്കോബാറിൽ സ്പെഷ്യൽ സ്കൂളുകളില്ല. അപ്പോൾ ഇവിടെയുള്ള കുട്ടികൾ, അതായത് ഡിസേബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോരായ്മകളുള്ള കുട്ടികൾ നമ്മുടെ സെൻറ്റർ CRCയിൽ അപ്രോച്ച് ചെയ്യുന്നു. അതുപോലെ തന്നെ സമഗ്ര ശിക്ഷ, അതിനുവേണ്ടിയുള്ള ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് സമഗ്ര ശിക്ഷ നമ്മുടെ നോർമൽ സ്കൂളുകളിൽ കുട്ടികളെ എൻറോൾ ചെയ്ത് കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. അവിടെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട്. അവർ അതിനുവേണ്ടി പ്രത്യേക റിസോഴ്സ് റൂമുകളിലൂടെ അവർ സർവീസ് കൊടുക്കുന്നുണ്ട്. CRC ആണെങ്കിൽ ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം എന്നുള്ള രീതിയിൽ CRC അവർക്ക് വേണ്ട സർവീസ് കൊടുക്കുന്നു. CRC അതുമാത്രമല്ല കൊടുക്കുന്നത്, പാരൻ്റൽ അവയർനെസ് പ്രോഗ്രാമുകൾ, ഔട്ട്റീച്ച് പ്രോഗ്രാംസ്, ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ, അഡിപ് ഡിസ്ട്രിബ്യൂഷൻ ക്യാമ്പുകൾ, അതുപോലെ തന്നെ ഒത്തിരിയേറെ പ്രോഗ്രാംസ് CRC ക്ലിനിക്കൽ സർവീസും മാത്രമല്ല, ഒരു കുട്ടിയുടെ ഫാമിലിയെ ഉൾപ്പെടെയുള്ള ഒരു ഓവറോൾ ഡെവലപ്മെൻറ്റും അവരുടെ ഭാവിയിലോട്ട് നമുക്ക് അവരെ വൊക്കേഷണൽ, അതായത് നമ്മൾ വൊക്കേഷണൽ അവരെ എംപ്ലോയ്മെൻറ്റിൽ എന്നുള്ള ലെവലിലോട്ട് കൂടി ഇപ്പോൾ ഒത്തിരിയേറെ റിസർവേഷൻ ജോബുകൾ വരുമ്പോഴേക്കും അവരെ എംപ്ലോയ്മെൻറ്റിലോട്ട് കൂടി എത്തിക്കുക, അവരുടെ ലൈഫ് സെക്യൂർ ആക്കുക എന്നുള്ളൊരു വിഷൻ കൂടി CRCക്ക് ഉണ്ട്. ഇപ്പോൾ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൽ ഇപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ഒരു സക്സസ്സിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഇനി അങ്ങോട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്? അതായത് നിരമയ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം എന്ന് പറയുന്ന ഒരു നല്ല സ്കീമാണ്. അത് 1 ലക്ഷം രൂപയുടെ ഒരു നല്ല സ്കീമാണ്. അത് കുട്ടികൾക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സ്കീമാണ്. അപ്പോൾ എന്തുകൊണ്ടും CRC അതിന് വളരെയേറെ പ്രാധാന്യത്തോടുകൂടിയും വളരെ ദീർഘവീക്ഷണത്തോടുകൂടിയും CRC അതിനെ കാണും. അതുപോലെ തന്നെ ഇൻ്റർ ഐലൻഡ്സുകളിൽ നിന്ന് വരാൻ പറ്റാത്തവർക്ക് നമ്മൾ വേണ്ട രീതിയിലുള്ള ഗൈഡൻസ് ത്രൂ ഓൺലൈനായിട്ട് നമ്മൾ കൊടുക്കും. നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മളൊരു സെപ്പറേറ്റ്, ഇപ്പോൾ സമഗ്ര ശിക്ഷയായിട്ട് യോജിച്ചാണെങ്കിൽ സെപ്പറേറ്റ് ഒരു കോർണർ, സെപ്പറേറ്റ് ഒരു പ്ലേസ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് നമ്മളവിടെ തീർച്ചയായിട്ടുള്ള അവയർനെസ് പ്രോഗ്രാമുകൾ നമ്മൾ ഫ്യൂച്ചറിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും നമ്മൾ അവരെ തീർച്ചയായും ഇതിൻ്റെ കാര്യങ്ങൾ നമ്മളവരെ തീർച്ചയായും അറിയിക്കുന്നതായിരിക്കും. മാമിന് പ്രേക്ഷകർക്ക് വേണ്ടി എന്ത് സന്ദേശമാണ് നൽകാനുള്ളത്? ഇപ്പോൾ നിരമയ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിൽ എലിജിബിൾ ആയിട്ടുള്ള എല്ലാ കുട്ടികളും തന്നെ എവിടെയായിരുന്നാലും അവർ എത്രയും വേഗം ഇതിനകത്ത് എൻറോൾ ചെയ്യുക. ഇതിൻ്റെ സേവനം നിങ്ങളെല്ലാവരും, അതിൻ്റെ പ്രൈവറ്റ് പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരായിക്കോട്ടെ, എന്ത് ഡിഫിക്കൽട്ടി അവർ ഫേസ് ചെയ്യുന്നെങ്കിലും അവർ CRC ആയിട്ട് ബന്ധപ്പെടുക. ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. നിരമയ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം എന്ന് പറയുന്ന ഒരു നല്ല സ്കീമാണ്. ഇതിൽ എൻറോൾ ചെയ്യുന്നതിന് നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിൽ എൻറോൾ ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ CRC കോമ്പോസിറ്റ് റീജിയണൽ സെൻറ്റർ ബൃക്ഷബാദുമായി ബന്ധപ്പെടുക. ഞങ്ങളുടെ റീഹാബിലിറ്റേഷൻ ഓഫീസർ അതിന് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ, നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് ലോഗിൻ ചെയ്യുന്നെങ്കിലും അതല്ല ഞങ്ങളുടെ സെൻറ്ററിൽ വന്ന് ലോഗിൻ ചെയ്യണമെങ്കിൽ ഞങ്ങൾ വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് തന്ന് നിങ്ങളെ സഹായിക്കുന്നതാണ്. റീഹാബിലിറ്റേഷൻ ഓഫീസറുടെ ഫോൺ നമ്പർ 7397764707. ഈ നമ്പറുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇത്ര നേരം പ്രേക്ഷകർക്ക് വേണ്ടി വിവരങ്ങൾ പങ്കുവച്ചതിന് നന്ദി മാം. നമസ്കാരം. താങ്ക് യു വെരി മച്ച്.